മഴ മാറിയിട്ടും ആലപ്പുഴയിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ പോഞ്ഞിക്കരയിൽ നിരവധി കുടുംബങ്ങൾ വെള്ളത്തിലാണിപ്പോഴും. രോഗികളടക്കം നിരവധി ആളുകൾ പ്രദേശത്ത് ദുരിതമനുഭവിക്കുകയാണ്. ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ശരത് എസ് അവിടേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ച കാണാം. സുജയ, മഴ മാറിയെങ്കിലും ആലപ്പുഴയിൽ വെള്ളക്കെട്ട് ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കുട്ടനാടക്കമുള്ള മേഖലയിൽ പല ദിവസങ്ങളിലായി ഇത്തരത്തിൽ വെള്ളക്കെട്ട് തുടരുന്നു. ഇപ്പോഴും അവിടെ പരിഹാരമായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഞാനുള്ളത് ആലപ്പുഴ നഗരത്തിലാണ്, പോഞ്ഞിക്കരയിലാണ്. ഇവിടെ ഈ കാണുന്നത് പോലെ ഇപ്പോൾ ഇതാ വെള്ളം ഈ വരുന്ന വഴിയിലൊക്കെ തന്നെ വെള്ളം കയറി നിൽക്കുന്നു. തൊട്ടടുത്തുള്ള വീടുകളിലും സമാനമായ രീതിയിൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വീടുകളുടെ സാഹചര്യം മാറി. പലരും വീട് വിട്ടിപ്പോൾ മറ്റു ബന്ധുവീടുകളിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അങ്ങനെ വീടുകളിലേക്കടക്കം വെള്ളം കയറി എന്നുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് വേലി ഇറക്ക സമയമാണ്. വൈകിട്ടോടുകൂടിയാകുമ്പോൾ വേലി കയറും. ആ സമയത്ത് വേലിയേറ്റ സമയത്ത് വീടുകളിലേക്ക് വെള്ളം കൂടുതൽ അടിച്ചു കയറും. അങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു ദിവസമല്ല, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നത്. നമുക്ക് നാട്ടുകാരോട് ഒരു പ്രതികരണം തരാം. നിലവിൽ എത്ര കാലം ദിവസമായി? ഞങ്ങൾക്ക് ഇപ്പൊ ഈ വെള്ളം കയറിയിട്ട് ഒരു 35 ദിവസത്തോളമായി. ഫസ്റ്റ് ആദ്യത്തെ മഴയിലാണ് നമുക്ക് ഇത്രയും വെള്ളം വന്നത്. പക്ഷേ ഈ സമയത്ത് ഇപ്പൊ ഇറങ്ങി നിൽക്കുവാണ്. പക്ഷെ ഒരു 3 മണി കഴിയുമ്പോൾ തൊട്ട് നല്ല രീതിക്ക് വെള്ളം കയറും. അത് രാവിലെ ഒരു 7-8 മണി വരെ നല്ല രീതിക്ക് വെള്ളമായിരിക്കും. നിലവിലിപ്പം എത്ര കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കും? ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു 45-ന് മുകളിൽ. ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന വഴികളിലും എല്ലാം വെള്ളക്കൂടുതൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10-60 വീട് ഏകദേശം കാണും. ഒത്തിരി പേര് മാറി പോകുന്നുണ്ട്, വീട് വിറ്റിട്ട് പോകുന്നവരുണ്ട്. പിന്നെ വേറെ എങ്ങോട്ടും പോകാൻ സാഹചര്യം ഇല്ലാത്തവര് വീടിനകത്ത് വെള്ളക്കെട്ടാണെങ്കിലും അവിടെ തന്നെ താമസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മ, ഈ വെള്ളക്കെട്ട് കുറെ കാലമല്ലേ? ഈ പെട്ടെന്നുണ്ടായതല്ലോ, കുറെ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നം. വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിള്ളേർക്ക് സ്കൂളിലോട്ട് പോകാൻ 2 പേര് വേണം കൊണ്ടാക്കണമെങ്കിൽ. പിന്നെ പെരക്കാത്തെല്ലാം വെള്ളമാണ്. ഞങ്ങൾക്ക് ഇറങ്ങാൻ പോലും വയ്യ. ചികിത്സയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ ഭാഗം? വയ്യ ഉണ്ട് ആൾക്കാര്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പ്രശ്നമായി. ഭയങ്കര പാടാ. ഞങ്ങളുടെ പെരക്കകത്തും ഒക്കെ വെള്ളം കയറി എല്ലാം ഭിത്തിയ വരെ പൊട്ടിക്കിടക്കുക. ഞങ്ങൾക്ക് രാത്രിയാകുമ്പോ വെള്ളം കയറിയിട്ട് എല്ലാം കോരി പറ്റിക്കല ഞങ്ങളെ ജോലി. കാണുന്നത് പോലെ ഇവർ ഈ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. ഈ ഭാഗത്തെ കാര്യം മാത്രമല്ല, നഗരത്തിലെ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് പ്രതിസന്ധിയുണ്ട്. നേരത്തെ കുട്ടനാട് അടക്കമുള്ള മേഖലയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തത്. അതിനു പുറമെയാണ് ആലപ്പുഴ നഗരത്തിലും സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാകുന്നു എന്നുള്ളത്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതെന്നും ശ്രദ്ധേയമാണ്. വീഡിയോ സജീവ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്, റിപ്പോർട്ടർ ആലപ്പുഴ.